ഹലോ ഗൈസ്, കോഡ് ബാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിങ്ങൾ വീഡിയോൻ്റെ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങാൻ പോവാണ്, പൈത്തൺ ഓട്ടോമേഷൻ സീരീസ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഒരുപാട് റാൻഡം വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് സീരീസ് വീഡിയോസ് ചെയ്യുമെന്നുള്ള അതൊക്കെ വന്നിരുന്നു. ലൈക്ക് ജാങ്കോയിലെ ഒരു പ്രൊജക്റ്റിൻ്റെ സീരീസ്, അതുപോലെ റെസ്റ്റ് API ഉണ്ടാക്കുന്ന സീരീസ്, ദെൻ പൈത്തൺ ഓട്ടോമേഷൻ്റെ സീരീസ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പൈത്തൺ ഓട്ടോമേഷൻ്റെ സീരീസാണ്. അതിൻ്റെ കാരണമൊന്നുമില്ല, മറ്റ് ഇതിനൊക്കെ അപേക്ഷിക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് പൈത്തൺ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് കിട്ടാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സീരീസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പൈത്തൺ ഓട്ടോമേഷൻ തുടങ്ങിയതൊക്കെ. നമ്മളതുപോലെ തന്നെ ജാങ്കോൻ്റെ പ്രോജക്റ്റും APIs ഒക്കെ നമ്മൾ ചെയ്യും, ഫ്യൂച്ചർ വീഡിയോസിൽ നമ്മൾ ചെയ്യും. ഓക്കെ, ദെൻ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ്. അപ്പം എല്ലാവർക്കും അറിയുന്ന തന്നെ എങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ് എന്താണ് ഓട്ടോമേഷൻ, അതുപോലെ എന്തിനാണ് നമ്മൾ ഓട്ടോമേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരാനുള്ളത്, നമ്മൾ ഇപ്പം എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ റിയൽ ലൈഫിൽ എവിടെയൊക്കെയാണ് ഈ ഓട്ടോമേഷൻസ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാൻ ശ്രദ്ധിക്കുക. കാരണം ലാസ്റ്റ് പാർട്ട് എന്തായാലും മിസ് ചെയ്യരുത്. കാരണം ഞാൻ എവിടേക്ക് യൂസ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനും അതുപോലെ നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു കൂടുതൽ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം ഓട്ടോമേഷൻ്റെ സാധ്യതകൾ നിങ്ങൾക്ക് ഒന്നുകൂടി നല്ലൊരു ഐഡിയ, ഒരു ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ കണ്ടന്റിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് എന്താണ് ഓട്ടോമേഷൻ എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളൊരു ക്വിക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് വാട്ട് ഈസ് ഓട്ടോമേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിക്കിപീഡിയ റിസൾട്ട് കിട്ടുന്നുണ്ട്. ഓട്ടോമേഷൻ ഈസ് ടെക്നോളജി ബൈ വിച്ച് എ പ്രോസസ് ഓർ പ്രൊസീജിയർ ഇസ് പെർഫോംഡ് വിത്ത് മിനിമൽ ഹ്യൂമൻ അസിസ്റ്റൻസ്. അപ്പോൾ ഇതിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന, അതായത് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ മെഷീനിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ ഒരുപാട് നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ അത്രയും ടൈം നമുക്ക് എന്ത് ചെയ്യേണ്ട, അവിടെ വേസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബാക്കി വർക്ക്, ഇങ്ങനത്തെ ടൈം കൺസ്യൂമിങ് ടാസ്കൊക്കെ മെഷീൻ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ഇതാണ് ഓട്ടോമേഷനൊക്കെ. പിന്നെ നമ്മൾ പറയുന്നത് രണ്ടാമത് എന്തിനാണ് ഓട്ടോമേഷൻ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം, ലേബർ സേവിങ് ടെക്നോളജി. അതായത് നമുക്ക് ഒരുപാട് ടൈം നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ഒരുപാട് ഹ്യൂമൻ വർക്ക് ലോഡ് നമുക്ക് സേവ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ നമ്മൾ ഒരു 1-2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ടാസ്ക് മേ ബി 5-10 മിനിറ്റ് കൊണ്ട് നമ്മൾ മെഷീൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയും ടൈം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ഭാഗത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇങ്ങനത്തെ ടൈം കൺസ്യൂമിങ് ടാസ്ക് നമുക്ക് ഇതുപോലെ ഓട്ടോമേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് അത്രയും ടൈം കൺസ്യൂം ചെയ്യാം, ടൈം എന്ത് ചെയ്യാം, നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബെനിഫിറ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഓട്ടോമേഷൻ എന്നുള്ളതിൻ്റെ ഒരു ആൻസർ. അപ്പോൾ മൂന്നാമതായിട്ട് പറയാനുള്ളത് ഞാൻ എവിടെയൊക്കെ പേഴ്സണലായിട്ട് ഈ ഓട്ടോമേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം ഈ വീഡിയോയിൽ പറയുന്നില്ല, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നമ്മളെ ഇപ്പോഴത്തെ റിലേറ്റഡ് ഒരു ഇഷ്യൂ ആണ്, അതായത് നമ്മൾ COVID-19 ഒരു ഓട്ടോമേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കേസസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ പ്രൈമറി കോണ്ടാക്ട്സ്, സെക്കൻഡറി കോണ്ടാക്ട്സ്, അതുപോലെ മറ്റ് ഫ്ലൈറ്റിൽ നിന്നൊക്കെ വരുന്ന ആളുകളുടെ ഡീറ്റെയിൽസ്, ഇപ്പം ഇങ്ങനെ ഒരുപാട് ഡാറ്റ നമുക്ക് ഉണ്ട്. ആ ഡാറ്റയ്ക്ക് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഒരു കേസ് വന്നിരുന്നു. അപ്പം നമുക്കൊരു മേ ബി തൗസൻഡ്സ് ഓഫ് ഡാറ്റ, 10,000 ഡാറ്റ അങ്ങനെയൊക്കെ ഓരോ സമയത്ത് വരും. അപ്പോൾ അത്രയും ഡാറ്റ നമുക്ക് എക്സലായിട്ടാണ് ഡാറ്റ കിട്ടുക. ആ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ മാനുവലായിട്ട് എൻട്രി ചെയ്യണമെങ്കിൽ ഒരാളത് എൻട്രി ചെയ്യാൻ ഏകദേശം 2-3 മിനിറ്റ് എടുക്കും. കാരണം ഒരുപാട് ഫീൽഡുകൾ ഉണ്ട്, ഒരുപാട് പേര്, നെയിം, അയാൾ പോയത്, ഫീവർ ഉണ്ടോ, കഫുണ്ടോ, അങ്ങനത്തെ ഒരുപാട് ഫീൽഡുകളുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് എടുക്കും നമ്മൾ മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അവിടെ നമ്മളൊരു ഓട്ടോമേഷൻ്റെ ഒരു സ്കോപ്പ് കണ്ടു, നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തു. നമ്മൾ എക്സൽ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ 10,000 ആയിക്കോട്ടെ, 20,000 ആയിക്കോട്ടെ, അത്ര മിനിറ്റ് കൊണ്ട് ഈ കംപ്ലീറ്റ് ഡാറ്റയും സബ്മിറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഓട്ടോമേഷൻ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. രണ്ടാമത് പിന്നെ പറയേണ്ടത് വാട്സപ്പിൻ്റെ ഒരു ഓട്ടോമേഷനാണ്. അതായത് നമ്മൾ ഗ്രൂപ്പുകൾ, അതായത് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ഒരു ഓട്ടോമേഷൻ. ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം
നമുക്ക് ഒരുപാട് എന്താ പറയുക, നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്, എൻ്റെ ഹാൻഡിൽ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. നമ്മൾ ഓരോ ഗ്രൂപ്പിലേക്ക് മാനുവലായി ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഒന്നിലേക്ക് സെൻഡ് ചെയ്ത് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഗ്രൂപ്പ്സുള്ള കേസിൽ നമ്മൾ ഒരുപാട് ടൈം എടുക്കും നമ്മൾ മാനുവലായിട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ഇപ്പോൾ ഒരു ഒഫീഷ്യൽ ബിൽഡിൽ ഗ്രൂപ്പ് ബ്രോഡ്കാസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റും വന്നിട്ടില്ല. ഫ്യൂച്ചറിൽ വരാം, ബട്ട് ഇപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ 50-100 ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഫോർവേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയും ടൈം കൺസ്യൂമിങ് ടാസ്ക്കാണ്. അപ്പോൾ അവിടെയും നമ്മളൊരു ഓട്ടോമേഷൻ കണ്ടു. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു അയക്കേണ്ട മെസ്സേജും അയക്കേണ്ട ഗ്രൂപ്പും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഗ്രൂപ്പിലേക്കൊക്കെ മെസ്സേജ് അയക്കുന്ന രീതിയിലുള്ള ഒരു ഓട്ടോമേഷൻ അത് നമ്മൾ ബിൽഡ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മൾ 2 കേസ് പറയാനായിട്ടുള്ളത്. നമ്മൾ ഈ ഒരു സീരീസിൽ മൊത്തം നമ്മൾ എന്ത് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഫോം സബ്മിഷൻ, അതുപോലെ വാട്സപ്പിൻ്റെ ഓട്ടോമേഷൻ, ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷൻ, ഫേസ്ബുക്ക് ഓട്ടോമേഷൻ, ദെൻ ലിങ്ക്ഡിൻ ഓട്ടോമേഷൻ, ഗൂഗിൾ സെർച്ച് ഓട്ടോമേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ക്രാച്ചിൽ നിന്നായിരിക്കും. ഇൻസ്റ്റാളേഷൻ മുതൽ നമ്മൾ ഓരോ വീഡിയോ നമ്മൾ ഓരോ ലെവൽ അപ്പ് ചെയ്ത് പോയിരിക്കും. അപ്പോൾ ഓരോ വീഡിയോസും ഓരോ പ്രൊജക്റ്റുകളായിരിക്കും. നമുക്ക് ഒരു ഐഡിയ കിട്ടും റിയൽ വേൾഡിൽ എന്തൊക്കെ സ്കോപ്പ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. അതിനാണ് നമ്മൾ പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പം ഇനി നമ്മൾ അടുത്ത വീഡിയോ മുതലാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ പാർട്ട് അങ്ങനെ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോനെ പറ്റിയല്ല ഈ സീരീസിനെ പറ്റി പൊതുവെയുള്ള നിങ്ങളുടെ സജഷൻസ്, അതുപോലെ ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, ഓഡിയോ വീഡിയോ ക്വാളിറ്റി, അങ്ങനത്തെ എന്ത് കേസിലും നിങ്ങൾ കമൻസിലിടുക. നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ അത് ഇമ്പ്രൂവ് ചെയ്യും. ദെൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ദെൻ നിങ്ങളെ കണക്ഷൻസിലൊക്കെ ഷെയർ ചെയ്യുക. ഈ ഒരു സീരീസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. നമ്മൾ നോർമൽ കോഡിങ് ചെയ്യുന്ന പോലെ ഒരു ഇതല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഓട്ടോമേഷൻ എന്നുള്ളത്. അപ്പം അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും